ഞാൻ പറയുന്ന ഈ വാർത്തയുടെ കണ്ടന്റ്, ഈ വീഡിയോയുടെ കണ്ടന്റ് വളരെ, കാരണം എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പിന്നീട് സോഷ്യൽ മീഡിയയിൽ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം മനസ്സിലായത്. നേപ്പാളിൽ നമ്മൾ ഈ ഗോദി മീഡിയ എന്ന് പറയുന്നത്, അതായത് പൂർണ്ണമായിട്ടും കള്ളം മാത്രം പറയുന്നു, BJPയെ മോദിയെ പൊക്കിയടിക്കുന്നു. ഒരു സത്യവും പറയുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞ ആസാമിൽ നിന്ന് വന്ന ആ ജേർണലിസ്റ്റ്, അയാളാണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം ഹിന്ദി മീഡിയ, ഇംഗ്ലീഷ് മീഡിയ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ജനാധിപത്യത്തിന് 1% പോലും പ്രാധാന്യമില്ലാതെ കള്ളവും കപടതയും മാത്രം നിരത്തി. അതും മലയാളത്തിലെ പല യൂട്യൂബും ചില സാറ്റലൈറ്റ് ചാനൽ ഇത് തന്നെ ചെയ്യുന്നത്. പക്ഷെ നേപ്പാളിലുണ്ടായ ഒരു സംഭവമുണ്ട്. ഇവരെന്താ ആദ്യം ഗോദി മീഡിയ പറഞ്ഞ്, കാരണം ഞാൻ ഉൾപ്പെടെ ആദ്യം അതാ വിശ്വസിച്ച്, ഈ സോഷ്യൽ മീഡിയയാണ് ഇഷ്യൂ, അത് തിരിച്ചു കിട്ടിയാൽ പ്രശ്നം മാറും. അപ്പോൾ ഈ ഡൽഹിയിൽ നിന്ന് തന്നെ ഏകദേശം 10-80 ജേർണലിസ്റ്റുകൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ പോയിട്ടുണ്ട്, കാഠ്മണ്ഡുവിൽ, നേപ്പാളിൻ്റെ പല ഭാഗത്തും. അതേപോലെ ഇന്ത്യയുടെ ബോർഡറായിട്ട് കിടക്കുന്ന ബീഹാറിൽ നിന്നും UP നിന്നും മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ അവിടുത്തെ ബ്യൂറോകളുണ്ട്, അവരും പോയിട്ടുണ്ട്. ഒരു കാര്യം പറയാം, അർണബ് ഗോസ്വാമിയുടെയും ടൈംസ് നൗവിൻ്റെയും റിപ്പബ്ലിക്കിൻ്റെയും ഇന്ത്യ ടുഡേയുടെയും ആജ് തക്കിൻ്റെയും ഇന്ത്യ TVയുടെയും അടിയോടടി കിട്ടുവാണ് അവിടെ. ഇവന്മാരെ കാലെ പിടിച്ചാൽ അടി കിട്ടുക, സ്ത്രീകൾക്കുൾപ്പെടെ. എന്താ അവർ പറയുന്നത്? നീയൊക്കെ പറയുന്നത് കള്ളമാണ്, നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അടി കൊടുക്കുവാണ്. ക്യാമറ ഓഫ് ചെയ്ത് അത് എല്ലാം മ്യൂട്ട് ചെയ്ത് അടി കൊടുക്കുക, കൈക്ക് പിടിച്ച് കെട്ടിട്ട് അടിക്കുന്നേ. എന്നിട്ട് നിലവിളിക്കുക, ഇനി അങ്ങനെ ചെയ്യത്തേ ഇല്ലെന്ന്. കാരണം അവിടെ നടക്കുന്ന ഒന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒന്ന്. അവർ പറയുന്നു ഡീപ് സ്റ്റേറ്റ്, അമേരിക്ക, പാകിസ്ഥാൻ, ഇവരൊക്കെയാണ് അതിൻ്റെ പുറകിൽ. അവരെ യഥാർത്ഥ ഇഷ്യൂ പറയുന്നില്ല. അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഇഷ്യൂ, കറപ്ഷനാണ് ഇഷ്യൂ എന്ന് പറയുന്നില്ല. ഇതാണ് പ്രശ്നം. ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു, നമ്മളൊരു സത്യസന്ധത ഉണ്ടായിരിക്കണം, ഒരു 50-60%. ഇത് 100% കപടത മാത്രം പറയുന്നു. അതിനായി അടി കിട്ടിയത്. അപ്പം ഞാൻ ഈ പല കാര്യങ്ങളും സത്യം പറഞ്ഞു, അതിൻ്റെ പേരിൽ എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാനിതിന് യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇത് ജനാധിപത്യത്തെ ഹിംസിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പല ആൾക്കാരും എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പോടാവില്ല എന്ന് പറഞ്ഞു. എൻ്റെ ജോലി ഞാൻ ചെയ്യാം, നിൻ്റെ സമ്മതവും ഇതൊന്നും എനിക്കൊന്നും വേണ്ട. ചില ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട് മറ്റേ ഫണ്ടിൻ്റെ പേരിൽ. ചില ആൾക്കാർ ചോദിച്ചു, ഞാൻ നമുക്ക് തിരിച്ചും കൊടുത്തു. അതെൻ്റെ മര്യാദയാണ്, കാരണം അവരോട് റെസിപ്റ്റ് അയച്ചു തരാൻ ഞാൻ തിരിച്ചും കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു വളരെ താങ്ക്സ് വരെ പറഞ്ഞു. ഞാൻ ആ ഒരു മര്യാദക്കാരന്. ഇവിടെ 10-30 വർഷം ഈ ഒരു സഹായമില്ലാതെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി എൻ്റെ ജോലിയും ഇങ്ങനെ ചെയ്ത ഒരുത്തനാണ്. എന്നിട്ട് താഴാത്ത ഒരുത്തനാണ് ഈ പറയുന്ന ചങ്കപരിവാറുകാരൻ പറഞ്ഞ ഞാൻ വിരളെന്നേ അല്ലയോ, പോവില്ലേ ഇതിൻ്റെ പാട് നോക്കി. ഞാൻ സത്യം പറയത്തേ ഉള്ളൂ, നീ എന്ത് പുല്ല് കാണിച്ചാലും വിരട്ടൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അതൊക്കെ നടത്തിക്കോണം. എനിക്ക് മോദിയെ ഇഷ്ടമാണ്, അയാളുടെ പോളിസി ഇഷ്ടമായിരുന്നു. തെറ്റ് കാണിച്ചപ്പോൾ തെറ്റാന്ന് പറയും, അത് ആരാണെങ്കിലും പറയും. അത് കറക്റ്റായിട്ട് എൻ്റെ കൺവിക്ഷൻ തന്നെയാണ് എൻ്റെ ജേർണലിസം. ആ രീതിയിൽ തന്നെയാണ് ഇന്ന് വരെ പോയത്. അത് പറയാൻ വരുന്ന കാരണം, ഇപ്പം എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കൾ പോയിട്ടുണ്ട്, അതായത് നേപ്പാൾ റിപ്പോർട്ട് ചെയ്യാൻ. അവർ പറഞ്ഞു ഭീകര അന്തരീക്ഷം, ഒരു ഇന്ത്യക്കാരനോടും അവിടുത്തെ കോൺസുലേറ്റ് പറഞ്ഞൊക്കെ പുറത്തിറങ്ങാൻ. അപ്പം ആലോചിച്ച് നോക്കാം, ബംഗ്ലാദേശിലും അല്ല ഇത്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഒരു രാജ്യമായ നേപ്പാളിൽ ഇന്ത്യയുടെ ബോർഡർ, അവരുടെ ബോർഡർ മുഴുവൻ ഇന്ത്യ ആയിട്ടാണ് മുഴുവനും കിടക്കുന്നത്. അവിടെയാണിത് സംഭവിച്ചത്. അതാണ് യാഥാർത്ഥ്യം, അതാണ് യഥാർത്ഥ സത്യം. അതാണ് ഞാൻ പറയുന്നത്, നാളെ ഇത് ഇന്ത്യയിലും സംഭവിക്കാം. ഇതൊക്കെ ഇന്ത്യയിൽ സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാനത് വളരെ ക്ലബ് ചെയ്ത് പറഞ്ഞത്. അതായത് നമ്മൾ ഈ കപടതയും കള്ളത്തരവും ഒക്കെ പറയുന്ന ഒരു പരിമിതിയുണ്ട്. ഇതൊക്കെ ഷോർട്ട് ടൈമാണ്, ലോങ് ടൈം റൺ ചെയ്യത്തില്ല. അവരുടെ ഒരു അജിറ്റേഷനെ, അതിൻ്റെ യഥാർത്ഥ സത്യം പറയുക. എന്താ യഥാർത്ഥ സത്യം? അതിനകത്ത് ക്രിസ്ത്യൻസ് ആണ് പുറകിൽ, അവരാണ് പുറകിൽ, പാകിസ്ഥാനാണ് പുറകിൽ, ചൈനയാണ് പുറകിൽ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. ഇത് സോഷ്യൽ മീഡിയ ഇഷ്യൂ മുഴുവനും, ഇന്ത്യൻ മീഡിയ പറഞ്ഞ് മുഴുവനും കള്ളമായിരുന്നു.
അതായത് ഇവിടുത്തെ ഗോധി മീഡിയയുടെ ആറ്റിറ്റ്യൂഡ്, അതിനാണ് അടി കിട്ടിയത്. ഇപ്പം നോക്ക്, വളരെയധികം കുറച്ച് ആൾക്കാർ മൈക്കിൻ്റെ ഐഡിയ ഒക്കെ മാറ്റിയിട്ട് പേടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് അടി കിട്ടുന്ന ഇടി കിട്ടുന്ന പറയാൻ പറ്റത്തില്ല. പല ആൾക്കാർ എയർപോർട്ടിലും മറ്റു പലയിടത്തും കയറി അങ്ങ് വിളിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്. പല മീഡിയം നമ്മൾ ഒരു ഒരു ഇത്ര കാര്യത്തിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു അത്രമാത്രം ബയസ്ഡ് ആവരുത്. കുറച്ചൊക്കെ ബയസ്ഡ് ആവും, പക്ഷെ 100% മുഴുവനും കള്ളം പറയുക, 100% കപടത മാത്രം പറയുക, 100% ഇല്ലാത്ത കാര്യങ്ങൾ പൊക്കി പറയുക, കള്ളത്തരങ്ങൾ മാത്രം പറയുക. രാഹുൽ ഗാന്ധിയുടെ യാത്ര നോക്ക്, ഇവിടുത്തെ ഗോധി മീഡിയ ചെയ്തതെന്ന് അത് മുഴുവനും കള്ളം. ഈ അർണബ് ഗോസ്വാമിക്ക് നിങ്ങൾ കണ്ടോണം, വരാനുള്ള സമയത്ത് ഇയാൾക്ക് കിട്ടാൻ പോകുന്ന അറ്റാക്ക്, ഇയാളുടെ ചാനലും ആൾക്കാരും ഇന്ത്യയിൽ എവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാകും. ഈ ബി ജെ പിക്കാർ തന്നെ ഇയാളെ അടിക്കും, വേറെ ആരും അടിക്കണ്ട. ഇവിടെ കോൺഗ്രസ്സുകാരോ നാട്ടുകാരോ, ഈ ബി ജെ പിക്കാർ തന്നെ ഇയാളുടെ ഈ പറയുന്ന ഗോധി മീഡിയ അടി കൊടുക്കും, 100% അടി കൊടുക്കും. കാരണം പലയിടത്തും പല മന്ത്രിമാരും MLA-മാരും ഒക്കെ പോകുമ്പം ഇത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവം സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. ഈ MLA-മാർക്കൊക്കെ BJP-ക്കാരാണ് തെറി വിളിച്ച് അടി കൊടുക്കുന്നത്. അതിൻ്റെ അത് കോൺഗ്രസ്സുകാരും മറ്റുള്ളവരും ഒന്നുമില്ല. കാരണം അവനെയൊക്കെ പറഞ്ഞ് കബളിപ്പിച്ചു, ഓപ്പറേഷൻ സിന്ദൂർ, മറ്റു പല കാര്യങ്ങളും. അവനിത് വിടൂ. ഞാൻ പറയും, ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റി അറിയത്തില്ല. AC അതിനകത്ത് ശീതീകരിച്ച മുറിയിലിരുന്നുകൊണ്ട് ജേർണലിസം ചെയ്യുന്നവന്, എന്തൊക്കെയോ മോദിയുടെ എന്തൊക്കെയോ ക്രാപ്പ ഓപ്പെന്നൊക്കെ പറഞ്ഞ് പോകുന്നവന് യഥാർത്ഥ ഇന്ത്യ അറിയത്തില്ല ഇപ്പോഴും. ഞാൻ ഇന്ത്യയിൽ ശരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ ഇന്ത്യക്കാർ വളരെ സ്നേഹമുള്ളവരാണ്, കാര്യമായിട്ട് നമ്മളെ സ്നേഹിക്കുകയും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉള്ളവരാണ്. അവൻ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അതിൻ്റെ ഈ ഇന്ത്യക്കാർ തന്നെയാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ കയറി ചൊറിയാൻ പോയി കഴിഞ്ഞപ്പോഴാണ് അടി കിട്ടാൻ തുടങ്ങിയത്. यो इन्डियन जासुसहरूले चाहिँ नेपालको सरकारी स्थिति के भइरहेछ अहिले आफ्नो बनाउनको लागि इन्डियन जासुसहरूलाई बोयकट हान्नुपर्छ हामीले, नत्र यिनीहरू हाम्रो सरकारको हस्तक्षेप गर्न आउँछ, हाम्रो सरकारसम्म पुर्याउन आउने इन्डियन जासुसहरूलाई नेपालबाट बोयकट गर्नुपर्छ यिनीहरूलाई. ഇത് നാളെ മറ്റുള്ള ഇന്ത്യക്കാർ അവർ കണ്ടുകൊണ്ടിരിക്കുമല്ലോ സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഭവം, ഈ ഗോധി മീഡിയയുടെ സംഭവം. അത് ഇവന്മാരെ കൈകാര്യം ചെയ്യാതെ വിടൂ. അതായത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഈ കാണുന്ന നേപ്പാളിൽ ഇന്ത്യൻ മീഡിയയ്ക്ക് കിട്ടുന്ന അടി, അത് കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. നിങ്ങളതിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും. കാരണം അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനുള്ള സാഹചര്യം ആരാണ് ഒരുക്കി കൊടുത്തത്? ഇവിടുത്തെ മീഡിയ. അതിന് തുടക്കം കുറിച്ച കുറച്ച് ആൾക്കാർ, അതായത് വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് ഇതിനകത്ത് എന്ത് ബ്രാഹ്മിൺസ്, എന്ത് സംഭവം, യഥാർത്ഥ ഇഷ്യൂ പറയാം. അവിടെ വലിയ നെപ്പോട്ടിസോ ഹിപ്പോക്രസിയോ അതേപോലെ തന്നെ അവിടുത്തെ തൊഴിലില്ലായ്മ, അഴിമതിയൊക്കെ കാരണമാണ്. അതിന് ജനങ്ങൾ ഇളകി. അവനെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഇവിടുത്തെ ഹിന്ദിയും ഇംഗ്ലീഷ് മീഡിയം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇടി കിട്ടിയത്. അവൻ ഇന്ത്യയിൽ പോയി മീഡിയക്കാർക്ക് ഹോട്ടലിൽ താമസിക്കാൻ അവിടെയും കയറി അടിക്കുക. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പെണ്ണുങ്ങളുടെ കയ്യും കാലും കെട്ടി അവിടെ ഇട്ടേക്കുക. അതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല. ഈ സ്ഥിതി ഉണ്ട്. അത് ഇന്ത്യയിലും ഉണ്ടാകാം. വളരെയധികം ആലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 100% ബയസ്ഡ് ആകാൻ പറ്റത്തില്ല. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണെങ്കിലും ഇത് തിരിച്ചടിക്കാം, തിരിച്ച് കടിക്കും, തിരിച്ച് വല്ലാത്ത രീതിയിൽ കടിക്കും. ഇന്ന് ഇന്ത്യൻ ജേർണലിസ്റ്റുകൾ നേപ്പാളിൽ കരയുകയാണ്. ഈ സ്ഥിതി അവർ തന്നെ വരുത്തി വെച്ചതാണ്. അവർ തന്നെ അനുഭവിക്കും. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഇത് കിട്ടേണ്ടതായിരുന്നു, നേപ്പാളിൽ നിന്ന് കിട്ടി. ഇനി അടുത്ത അവർക്ക് ഇന്ത്യയിലും കിട്ടിക്കഴിയുമ്പോൾ യുവന്മാരൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഓടിപ്പോകും. അതാണ് ഇന്ത്യ കൊടുക്കുന്ന ഏറ്റവും വലിയ പാഠം. നേപ്പാളിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിൽ വന്ന് ഇത് അവസാനിക്കും.